ഗ്യാസ്ട്രോൻട്രോളജിയിൽ അങ്ങ് ഒരുപാട് പുതിയ 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 രീതിയിലുള്ള ചികിത്സാ രീതികൾ അങ്ങ് അവതരിപ്പിക്കുകയുണ്ടായി. തേർഡ് സ്പേസ് എൻഡോസ്കോപ്പി, അതേപോലെ പോയം എന്നൊരു ആധുനിക ചികിത്സ അങ്ങ് ഇപ്പം പലർക്കും ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയും ആൾക്കാർക്കൊന്ന് അറിഞ്ഞാൽ നന്നാവും. പോയം എന്ന് പറഞ്ഞാൽ പെറോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി എന്ന് പറയും. സാധാരണ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ പോയം പ്രൊസീജിയർ ചെയ്യുക. സാധാരണ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അന്നനാളത്തിൽ നിന്ന് വയറിലോട്ട് പോകുന്ന ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം താഴോട്ട് പോവുള്ളൂ. ചില ആളുകളിൽ ഞരമ്പിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ വാൽവ് തുറക്കില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ അത് വയറിലോട്ട് എത്തുന്നില്ല. ഈ വയറിനും അന്നനാളത്തിൻ്റെ അവിടുന്ന് വയറിലോട്ട് പോകുന്ന ആ മസിൽ തുറക്കാതിരിക്കുന്നതുകൊണ്ട് അവിടെ വന്ന് ഭക്ഷണം സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ രാത്രി കഴിക്കുമ്പോഴത്തേക്കും ഭക്ഷണം തികട്ടി മൂക്കിലൂടെ വരുന്നു. അപ്പം അടുത്തിടയ്ക്ക് ഒരു പേഷ്യൻ്റ്, പോയം ചെയ്തൊരു പേഷ്യൻ്റ് പറയുകയുണ്ടായി, അതായത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, എല്ലാ പ്രാവശ്യവും വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പം അവരൊരു ബക്കറ്റുമായിട്ട് വരും. ഭക്ഷണം എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ ബക്കറ്റിലോട്ട് വൊമിറ്റ് ചെയ്യും. അതൊരു ഭയങ്കര ഒരു കൺസേണിങ് ആയിട്ടുള്ള, എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം അവരുടെ ഒരു ബുദ്ധിമുട്ട് കുറേ വർഷമായിട്ട്. രണ്ടാമത്തെ കാര്യം, അവർ പറഞ്ഞിരുന്നത് എനിക്ക് മക്കളോടൊപ്പം ഹോട്ടലിൽ പോകാൻ പറ്റുന്നില്ല. ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കേണ്ടി വരും. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട്, ഹോട്ടലിൽ അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഭയങ്കരമായിട്ടും കറക്റ്റായി പോയി. അത് തിരിച്ച് അടുത്തിടയ്ക്ക് വന്ന ഒരു പേഷ്യൻ്റ്, അപ്പം ഈ ഭക്ഷണം തങ്ങി നിൽക്കുമ്പോഴത്തേക്കും അത് തിരിച്ച് മൂക്കിലൂടെയും വായിലൂടെയൊക്കെ രാത്രി വരുന്നു, അല്ലെങ്കിൽ റെക്കറൻ്റായിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നു, ന്യൂമോണിയ പോലെ വരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യുന്ന ഒരു അഡ്വാൻസ്, കുറച്ച് വർഷം മുമ്പ് വരെ നമുക്കിതൊരു കീ ഹോൾ സർജറിയിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ തന്നെ അന്നനാളത്തിൻ്റെ ഭിത്തിയിൽ ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് നമ്മളത് വയറിലോട്ട് ആ എൻഡോസ്കോപ്പ് അഡ്വാൻസ് ചെയ്ത് ഈ ടൈറ്റായിട്ടിരിക്കുന്ന ആ ഭാഗം, ഒരു മസിൽ ഭയങ്കരമായിട്ടും ടൈറ്റായിട്ടിരിക്കുന്നതാണ്, ആ മസിൽ റിലാക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ എൻഡോസ്കോപ്പിയിലൂടെ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് നമ്മൾ ആ മുറിവുണ്ടാക്കിയ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ ക്ലിപ്പിട്ട് വെക്കുന്നു. പേഷ്യൻറ്റ് നെക്സ്റ്റ് ഡേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. ഇപ്പം നേരെ മറിച്ച് നമ്മൾ സാധാരണ സർജറി പണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 4-5 ദിവസം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ പോയതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പ്രൊസീജിയർ കഴിഞ്ഞ് 24 hours കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു എമർജൻസി ആയിട്ട് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡ്, ഒരു രക്തം ഛർദ്ദിച്ചിട്ട് പേഷ്യൻ്റ് സിറോസിസ് ഉള്ള ആളുകളൊക്കെ ICUയിൽ വരും. അപ്പം അതൊരു ഭയങ്കര ചലഞ്ചാണ് നമ്മളെ സംബന്ധിച്ച് എൻഡോസ്കോപ്പി. കാരണം ആക്റ്റീവായിട്ട് ബ്ലീഡിങ് ഉള്ള സമയത്ത് നമ്മൾ ആ ബ്ലീഡിങ് നിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്, പേഷ്യൻറ്റിനെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞ്. പക്ഷേ ഈ പോയം പ്രൊസീജിയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റിവാർഡിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം ഇത്രയും വർഷമായിട്ട് കഴിക്കാൻ പറ്റാത്ത ഒരാൾ അടുത്ത ദിവസം നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഡിഫറൻസ്, അതാണ് ഗ്യാസ്ട്രോൻട്രോളജിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും റിവാർഡിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ. അത് നമുക്ക് യു ഹാവ് ടു സീ ടു ബിലീവ് ഇറ്റ്. നമുക്കത് കാണുമ്പോഴാണ് അവർക്ക് അത്രയും വർഷമായിട്ട്. ഇപ്പം പണ്ടൊരു സാറിന് ഓർമ്മയുണ്ടാവും, ഒരു 27 years ആയിട്ട് ഭക്ഷണം കഴിക്കാത്തിരുന്ന കുട്ടി, അവരുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫോളോ അപ്പിന് വന്നിരുന്നു, ലക്ഷദ്വീപിൽ നിന്ന് വന്നത്. അപ്പോൾ 2 വർഷം മുമ്പ്. അപ്പോൾ അവരിപ്പം വെയിറ്റ് 6-7 കിലോ കൂടി. അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ 27 years ആയിട്ട് നമുക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പം 27 years ആയിട്ട് ഭക്ഷണം കഴിക്കാത്തിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അക്കലേസിയ പോലെ കുറേ വർഷങ്ങളായിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ, അവരുടെ ഒരു റിലീഫ് എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു ബിയോണ്ട് വേർഡ്സ്. തീർച്ചയായിട്ടും അതാണ് നമുക്ക് ഇതിന് ഒരു ഉത്തേജകം പകരുന്നു അല്ലേ, ശരിക്കും. കാരണം 27 വർഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരാൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ, അത് ഭക്ഷണം കഴിക്കുന്നതെല്ലാം ഛർദ്ദിച്ച് കളയേണ്ടി വരും. അവർക്ക് മുന്നോട്ട് ജീവിതം തന്നെ ആത്മഹത്യ വരെ ചിന്തിച്ചു പോകുന്ന സാഹചര്യം. ഉറപ്പായിട്ടും. പിന്നെ ഈ പോയതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞാൽ, നേരത്തെ പണ്ട് ഞാൻ പറഞ്ഞു സർജറി പോലെയുള്ള കേസസാണ് ഈ പോയതിന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ചില കേസസിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഈ കേസ് അസുഖം റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസസുകളിൽ നമ്മളിപ്പം പോയം ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻസിൻ്റെ ഒരു റെസ്പോൺസ് ഭയങ്കര ബെറ്ററാണ്, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊരു നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രൊസീജിയേഴ്സ് എപ്പോഴും ഒരു ഡേ കെയർ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ ഡോക്ടർ? യൂഷ്വലി നമ്മൾ ഇനിഷ്യലി തുടങ്ങുമ്പോൾ ഒരു നോർമലി 1 to 1.5 hours ഒക്കെ എടുക്കുന്നതാണ്. ഇപ്പം പക്ഷേ നമ്മൾ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അരമണിക്കൂറിനുള്ളിലൊക്കെ തീർക്കാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമേ രോഗിക്ക് വേറെ വേദനയൊന്നുമില്ല. യൂഷ്വലി നമ്മൾ ഒരു ദിവസം നെക്സ്റ്റ് ഡേ, മെജോറിറ്റി ആൾക്കാരിൽ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. എൻഡോസ്കോപ്പി ചികിത്സാ രീതികളുടെ ആധുനിക എൻഡോസ്കോപ്പി ചികിത്സാ രീതികൾ
ഒരു പക്ഷേ ശസ്ത്രക്രിയയെ തന്നെ മാറ്റിവെച്ച് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. ഒരു സർജറി ഒഴിവാക്കിയിട്ട് സ്കോപ്പിലൂടെ ആ ചികിത്സ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോയം എന്ന് പറഞ്ഞ സംഭവം തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനിയും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സും പുതിയ പുതിയ ആ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കുറേയൊക്കെ സർജറീനെ ഒഴിവാക്കാൻ സഹായിക്കുമായിരിക്കും അല്ലേ, ഗ്യാസ്ട്രോ സർജറീസിന് തന്നെ? ഉറപ്പായിട്ടും. കാരണം നമ്മളിപ്പം ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മളൊരു സ്റ്റഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റഡിയാണ്. അപ്പോൾ അതൊരു ഫുൾ തിക്നെസ് റിസെക്ഷൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്ത്യയിൽ 3 സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ഹൈദരാബാദിൽ നിന്നൊരു സെൻറ്റർ ഉണ്ട്, നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അത് ജർമ്മനിയിൽ അടുത്ത മാസം അത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ സർജറി വേണ്ട കുറേ കേസസ് ഇപ്പം നമുക്കൊരു പുതിയ ഡിവൈസ് വെച്ചിട്ട് നമുക്കത് FTRD എന്ന് പറഞ്ഞൊരു ഡിവൈസ് വെച്ചിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് റിസെക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ കുടലിൻ്റെ 2 ലെയർ വരെയുള്ള കേസസാണ് നമുക്ക് ESD പോലെ ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പം മസിലിൽ 3ാമത്തെ ലെയറിൽ വരെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ലീഷൻസ് നമുക്ക് അതിനൊരു സൈസ് ലിമിറ്റേഷൻ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് അതും ക്യാൻസറൊക്കെ ആണെങ്കിൽ നമുക്ക് മസിലിൽ 3ാമത്തെ ലെയറും കൂടെ അല്ലെങ്കിൽ 4ാമത്തെ ലെയർ വരെ എടുക്കാൻ പറ്റുന്ന പുതിയ ഡിവൈസസ് എൻഡോസ്കോപ്പി. അപ്പോൾ എൻഡോസ്കോപ്പി എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് റാപ്പിഡ്ലി അഡ്വാൻസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് മാറുന്നു. ഇനിയും ഗ്യാസ്ട്രോഎൻട്രോളജി രംഗത്ത് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും രോഗികൾക്ക് ആശ്വാസം പകരാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അതേപോലെ തന്നെ ഈ കോളൺ ക്യാൻസർ അവയർനെസ് മന്തിന് ഇതൊരു എന്താ പറയുക, ആൾക്കാർക്ക് ഒരു അറിവ് കൂടി നമുക്ക് പകർന്നു തരാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ്, പകർന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. അതേപോലെ ഈ ഗ്യാസ്ട്രോഎൻട്രോളജി വെൽനസ് ആസ്ട്രോമെഡ് സിറ്റി രൂപകൽപ്പന ചെയ്ത ഗ്യാസ്ട്രോഎൻട്രോളജി വെൽനസ് ഇത്തരം അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കുകയും അതിന് പ്രോപ്പർ സമയത്ത് ചികിത്സ കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതിന് ഏറ്റവും വലിയ കാര്യമാണത്. ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു വളരെ തുച്ഛമായ ചിലവിൽ തന്നെ ഈ പറയുന്ന എല്ലാ രക്തപരിശോധനകളും എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും അടക്കം ചെയ്ത് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അഡ്വൈസും തേടി പോവുക എന്നുള്ളത് 40 വയസ്സോ 50 വയസ്സോ മേഖലയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഈ കോളൺ ക്യാൻസർ അവയർനെസ് മന്തിൽ കൊടുക്കുകയും അത് ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവർക്ക് സമൂഹത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാവും ഇന്നത്തെ ദിവസത്തെ ഈ ഒരു പോഡ്കാസ്റ്റ്. ഇതിന് അങ്ങ് ഇത്രയും സമയം കണ്ടെത്തിയതിനും അങ്ങയുടെ വിലയേറിയ സാന്നിധ്യം തന്നതിനും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരുപാട് സന്ദേശം പകർന്നു തന്നതിനും ഇനിയും അങ്ങയുടെ വൈദ്യശാസ്ത്ര രംഗത്തും അതുപോലെ മനുഷ്യത്വം എന്ന രീതിയിൽ അങ്ങ് കാണിക്കുന്ന ഒരുപാട് പ്രവർത്തികൾക്കും സഹായമാകട്ടെ. താങ്ക് യു വെരി മച്ച്.